Welcome to Mahimas cooking class. In this video, Koonthal Peera Pathichathu recipe. Koonthal Peera Pathichathu ഞാൻ എടുത്തേക്കുന്നത് 1/2 കിലോ കൂന്തലാണ്. നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ വെയ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 300-350 ഗ്രാം കൂന്തൽ ഉണ്ടാവും. ആ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂന്തൽ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് 2-3 തരത്തിൽ നമ്മൾ കുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് പ്രഷർ കുക്ക് ചെയ്ത് കൂന്തൽ എടുക്കാം. അല്ലെങ്കിൽ റൈറ്റ് വേ എന്ന് പറയുന്നത് നമ്മൾ കൂന്തലിനെ ചെറുതായിട്ട് ഹൈ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് സമയം കൊണ്ട് കുക്ക് ചെയ്യുന്നതാണ് ശരിക്കുള്ളൊരു മെത്തേഡ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് പരുവത്തിന് എടുത്തില്ലെങ്കിൽ നല്ല റബ്ബർ പോലെ വരും. ഓവർ കുക്ക് ചെയ്ത് പോയാൽ റബ്ബർ പോലെ വരും. അപ്പോൾ പ്രഷർ കുക്ക് എന്ന് പറയുമ്പോൾ അത് സേഫർ മെത്തേഡാണ്. ഓവർ കുക്ക് ചെയ്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് ഇന്ന് പ്രഷർ കുക്ക് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ 300 ഗ്രാം, അതായത് 300-350 ഗ്രാം കൂന്തലുണ്ട്, അതിനകത്തേക്ക് ഇടാം. പിന്നെ ഈ കൂന്തലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2-3 കഷ്ണം പുളി, അതൊരു കഷ്ണം പുളി ഞാൻ ചെറിയ പീസായിട്ട് കീറിയിട്ടേക്കുന്നതാണ്, ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞത്, നീളത്തിൽ അരിഞ്ഞത്, ഒരു പച്ചമുളകിൻ്റെ പകുതി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഏകദേശം ഒരു 1/3 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. സമയം ഉണ്ടെങ്കിൽ എപ്പോഴും ഒന്ന് റബ്ബ് ചെയ്ത് വെക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് എല്ലാം കൂടെ ഒന്ന് റബ്ബ് ചെയ്ത് വെച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം കുക്ക് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ ഫ്ലേവറാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടും. ഇനി ഇത് അടച്ച മീഡിയം ഫ്ലെയിമിൽ ഒരു 1-2 വിസിൽ ആകുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ നമ്മൾ കുക്ക് ചെയ്തു. അപ്പം അതിൻ്റെ പ്രഷറെല്ലാം പോയി ചെക്ക് ചെയ്യാം. ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. ആ വെള്ളം നമ്മൾ പറ്റിച്ചെടുക്കണം. പിന്നെ അതുള്ള വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. ഇങ്ങോട്ട് മാറ്റാം. ആ സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. പീര വെക്കാനായിട്ട് നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കണമല്ലോ. അപ്പോൾ തേങ്ങയിലേക്ക് നമുക്ക് ഒരു പച്ചമുളക്, ഒരു 4-5 ചുവന്നുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, തേങ്ങ 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ എടുക്കാം. ഞാൻ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ. ഇത് നമ്മൾ തോരനൊക്കെ ഒതുക്കുന്ന പോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തു. ഇത് മാറ്റി വെക്കാം. ഈ ഒരു മൺചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ചൂടായ എണ്ണയിലേക്ക് ഒരു 8-10 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1.5 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് ഇടുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മൾ ഇത്രയും ഈ സൈസിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തേക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പീര വറ്റിക്കുന്നതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം അവസാനം തേങ്ങ ചതച്ച് ഒതുക്കുകയാണ് ചെയ്യാറ്. ഈ ഒരു രീതിയിൽ സ്ക്വിഡ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന തേങ്ങയോടെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളത്തോടുകൂടെ, കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളത്തോടുകൂടെ തന്നെ ഇടാം. ഇനി വെള്ളം ഒന്ന് പറ്റണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്.
ഇതിനകത്തുള്ള വെള്ളം ഒന്ന് പറ്റാനായിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് റെഡിയാണ്. സാധാരണ പീര വറ്റിക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും, കടുക് പൊട്ടിക്കലില്ല. ഞാനിവിടെ നമ്മൾ എണ്ണയിൽ ആദ്യം ഒന്ന് വഴറ്റിയതുകൊണ്ട് ഇനി എണ്ണ ചേർക്കുന്നില്ല. അതിന് പകരം പച്ച കറിവേപ്പില ലാസ്റ്റ് നിരട്ടിയിട്ടിടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ള ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി സെർവിങ് ബോളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ പീര വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇത് ഞാൻ ഷെയർ ചെയ്തത്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.